ഇല്ല, ഒരു കാരണവശാലും ഇല്ല. ഞങ്ങൾ ഇവിടെ നിന്ന് അയക്കുന്ന ഒരാളും മോഷണ സ്വഭാവമുള്ളവരല്ല. ഈ സച്ചിദാനന്ദൻ ആർപ്പൂക്കര ഈ കൺസൾട്ടൻസി തുടങ്ങിയിട്ട് വർഷം 6-7 കഴിഞ്ഞു. ഇതുവരെ ഇവിടെ നിന്ന് 10,000-കണക്കിന് തൊഴിലാളികളെ വിഭിന്ന സ്ഥാപനങ്ങളിലേക്ക് വിട്ടിട്ടുമുണ്ട്. അവരെല്ലാം നിരീക്ഷണ വിധേയരാക്കി സൽസ്വഭാവികളാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഞങ്ങൾ അവരെ അയക്കുന്നത്. ആ, നിങ്ങളിങ്ങോട്ട് വന്നോളൂ, അവരുടെ എല്ലാം ഡീറ്റെയിൽസ് തരാം, അന്വേഷിച്ച് നോക്കൂ. ഓക്കെ, ശരി 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 ശരി. ആ, കണ്ടില്ലേ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ജോലി തന്ന് സഹായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പണി. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, നിങ്ങൾക്ക് ജോലി വാങ്ങിത്തന്ന് കമ്മീഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം തീർന്നെന്ന്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളെന്തെങ്കിലും അലമ്പുണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ കോളിങ്ങോട്ട് വരും, ഇതേപോലെ സമാധാനവും പറയേണ്ടി വരും. കഴിഞ്ഞ ആഴ്ചയിൽ ഒരുത്തനൊരു സ്ഥാപനത്തിലേക്ക് വിട്ട് അവൻ അവിടെ നിന്ന് കുറച്ച് കാശും അടിച്ചുകൊണ്ട് പോയെന്നാണ് ഇപ്പം കിട്ടിയ പരാതി. പിന്നെ ഹോം നേഴ്സിംഗ്, അത് ഞാൻ പണ്ടേ നിർത്തിയതാണ്. ഇതുപോലൊരു പ്രശ്നം 2 വർഷം മുമ്പ് ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു 2 ദിവസം കഴിയട്ടെ, എന്തെങ്കിലും ആയ ഞാൻ വിളിക്കാം. എന്താ പോരെ? അല്ല സാർ, എൻ്റെ അവസ്ഥ. എടോ, തൻ്റെ അവസ്ഥ താൻ തന്നെ ഉണ്ടാക്കി വെച്ചതല്ലേ. കൃത്യസമയത്ത് ജോലിക്ക് ചെയ്യുന്നില്ല, എന്നെ പിടിച്ചു കിടത്തില്ലേ. ഈ ഇരിപ്പ് നന്നാവണം. മതി മതി, പശ്ചാത്താപമൊക്കെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് കാണിക്കും. എനിക്ക് ഇച്ചിരി പണിയുണ്ട്. പോട്ടെ. ഹലോ, രമയല്ലേ? പുതിയ ജോലിക്ക് എങ്ങനെയുണ്ട്? എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം കേട്ടാ. കുറവുണ്ടോ? ഞാൻ കൂട്ടിത്തരാം. അങ്ങനെ ശമ്പളമൊന്നും കുറയ്ക്കാൻ സമ്മതിക്കരുത്, അതൊക്കെ ഞാൻ വാങ്ങിച്ചു തരും. അങ്ങനെ നിങ്ങൾക്കൊന്നും ഒരു കുറവും ഞാൻ വരുത്തത്തില്ല. ഒരു കുട്ടിക്ക് ശരിയല്ലാത്ത എന്തെങ്കിലും നടക്കുന്നുവെന്ന് തോന്നുന്നത്. ഒത്തിരി കുട്ടികൾ, ചെറുപ്പക്കാർ തന്നെ നല്ല രീതിയിൽ ജീവിക്കണമെന്നും കല്യാണം സ്ത്രീധനമൊന്നും വേണ്ടെന്നും വിചാരിക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവരെ തമ്മിൽ അടുപ്പിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. എന്തായിരുന്നു നേരത്തെ കുട്ടികളെവിടെ? സമയമൊന്നും ആയില്ല സൂസൻ, എനിക്ക് തീരെ വയ്യ. വല്ലാത്തൊരു ക്ഷീണവും തലവേദന. ഇന്ന് വർക്ക് കുറവായിരുന്നു, അതാ നേരത്തെ ഇനി പോന്നു. ചൂടൊന്നും ഇല്ലല്ലോ. ഡോക്ടറെ ഒന്ന് കാണാൻ പാടില്ലായിരുന്നു? അതൊന്നും സാരമില്ലെന്നേ, വല്ല ക്യാൻസർ ആയിരിക്കും. ഓ, അത്രയ്ക്കൊന്നും ഇല്ലടോ, ഇത് റെസ്റ്റ് ഇല്ലാഞ്ഞിട്ടാ. നീ ഒരു കട്ടനം എടുത്തേ, അത് കുടിക്കുമ്പോ മാറും. ഞാനങ്ങാട്ട് കൊടുക്ക്. ശരി, നീ പോയി കട്ടൻ എടുത്തേ. അതാ ഇപ്പൊ നന്നായേ. ഒരു കട്ടൻ കുടിക്കാനാണ് നിങ്ങളിപ്പോ ഇങ്ങോട്ട് ഓടി വന്നേ? കൺസൾട്ടൻസി പോയിരുന്നില്ലേ? എന്റെ ജോലിയുടെ കാര്യം എന്തായി? അത് ഹലോ, എനിക്ക് അകത്തേക്ക് വരാമല്ലോ. ആ, വരൂ ചേട്ടാ, വാ ഇവിടെ ഇരിക്കും. സൂസൻ, 2 കട്ടൻ എടുത്തു. വേണ്ട മോളെ, ഞാൻ ഇപ്പൊ ചായ കുടിച്ചു. അല്ല, ജോലി പോയ കാര്യം നീ സൂസനോട് പറഞ്ഞോ? ഇല്ലില്ല. പിന്നെ കൺസൾട്ടൻസിയുടെ കാര്യം നീ പറയുന്നത് കേട്ട്? അത് സൂസന്റെ ജോലിക്കാരെയാ. അവക്ക് എവിടെ ജോലി കിട്ടിയാലും 3 മാസത്തിനുള്ളിൽ തയ്ക്കില്ലല്ലോ. പിന്നെങ്ങനെയാ? എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ ജോലിക്കാരും കൺസൾട്ടൻസി പറയാ? അത് ശരിയാ. എന്തായി, വല്ലതും തരപ്പെട്ടോ? എന്താവാനാ, അവരിനി കുറെ ഇട്ട് നടത്തിക്കും. ഇനിയിപ്പോ അതുവരെ എങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. എല്ലാം കർത്താവ് തമ്പുരാൻ കാണുന്നുണ്ടല്ലോ, ഒക്കെ ശരിയാവും.